ഇന്നത്തെ നമ്മുടെ യാത്രയെന്ന് പറയുന്നത് ഗാർണിയിലോട്ടാണ്. അപ്പോൾ റൂമിലിങ്ങനെ വെറുതെ ഇങ്ങനെ ബോറടിച്ചിരുന്നപ്പോഴത്തേക്ക് എല്ലാവരും കൂടി ഒരു പ്ലാൻ ചെയ്ത് ഗാർണിയിലോട്ടൊരു യാത്ര വിടുവാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ കാണാം. അർമേനിയയിലെ കോട്ടായിക്കിലെ ഒരു ഗ്രാമമാണ് ഗാർണി. മനോഹരമായിട്ടുള്ള കാഴ്ചകളാലും അതുപോലെ തന്നെ ചുറ്റും മലനിരകളും മഞ്ഞും മൂടിക്കിടക്കുന്ന ഒരു കൊച്ചു സ്വർഗം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്നൊരു സ്ഥലമാണ് ഗാർണി. ഗാർണിയിലെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകളിൽ ഒന്നാണ് ഇവിടെ നിന്നുള്ള സൂര്യാസ്തമയം. കുറച്ച് നേരം ഇവിടെ നിന്നുള്ള സൂര്യാസ്തമയവും കണ്ട് കുറച്ച് നേരം ഇവിടെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ പോയത് ഗാർണി വ്യൂ പോയിൻറ്റിലോട്ടാണ്. ഗാർണി സ്ഥിതി ചെയ്യുന്നത് ഗഗാം മൗണ്ടൻസിൻ്റെയും അതുപോലെ തന്നെ കൊസ്റോവ് ഫോറസ്റ്റിൻ്റെയും അതിർത്തിയിലാണ്. അതുമാത്രമല്ല അങ്ങ് ദൂരെ നമുക്ക് അറാറത്ത് പർവ്വതത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ വ്യൂ പോയിൻറ്റിലോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് കിട്ടുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഗാർണി. അത്രയ്ക്കും മനോഹരമായിട്ടുള്ള കാഴ്ചകളാൽ സമ്പന്നമാണ് ഈ ഒരു ഗ്രാമം. ഗാർണി വ്യൂ പോയിൻ്റ് എത്തിയതും ഞങ്ങളുടെ മുന്നിലേക്ക് ഇതാ ഈ ഒരു അതിഥി ഓടി വന്നു. ഈ ഗാർണി വ്യൂ പോയിൻറ്റിൽ വരുന്നവർ ഇവന് ആഹാരം കൊടുക്കുന്നത് കൊണ്ടാകും ഞങ്ങൾ ഇറങ്ങിയപ്പോഴും ഞങ്ങളുടെ അടുത്ത് ഓടി വന്നതും. ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാകും വേറൊരു വണ്ടി വന്നപ്പോൾ അവൻ അതിൻ്റെ പിറകെ ഓടി. ഈ ഒരു കാഴ്ചകൾ കാരണമാണ് ഗാർണിയെ ഒരു കൊച്ചു സ്വർഗം എന്ന് എല്ലാവരും വിശേഷിപ്പിക്കാറ്. അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഗാർണി നമുക്ക് സമ്മാനിക്കുന്നത്. അതുപോലെ തന്നെ ഗാർണി വ്യൂ പോയിൻറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. കുറച്ചു നേരം ഞങ്ങൾ ഗാർണിയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടിങ്ങനെ നിന്ന് അടുത്ത സ്ഥലത്തോട്ട് പോകാനായിട്ട് ഇറങ്ങിയതും വീണ്ടും നമ്മൾ ആദ്യം കണ്ട അതിഥി ഞങ്ങളുടെ അടുത്ത് ഓടി വന്ന് കുറച്ച് നേരം അവനുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നതാണ് ഇനി കാണുന്ന ഈ ഒരു നിമിഷങ്ങൾ. കുറച്ച് നേരം അവനെ തൊട്ടും തലോടിയും അവൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ പോയത് അസർബൈജാൻ അർമേനിയ യുദ്ധം നടന്ന ഒരു യുദ്ധസ്മാരകത്തിലോട്ടാണ് ഞങ്ങളുടെ യാത്ര. ഗാർണി വ്യൂ പോയിൻറ്റിൽ നിന്നും വളരെ അടുത്താണ് ഈ ഒരു യുദ്ധസ്മാരകം. ഇവിടെ നമുക്ക് അവിടെ അന്നത്തെ യുദ്ധത്തിൽ മരിച്ച യോദ്ധാക്കളുടെ ശവകുടീരങ്ങളും അവരുടെ ഫോട്ടോകളും മറ്റ് ആ ഒരു വാറിനെ സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. 2023 സെപ്റ്റംബറിലെ യുദ്ധത്തിൽ അസർബൈജാനിലെ 192 പട്ടാളക്കാരാണ് കൊല്ലപ്പെട്ടത്. അർമേനിയയിലെ സിവിലിയൻസ് ഉൾപ്പെടെ 200ഓളം പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. കുറച്ചു നേരം ഈ ഒരു യുദ്ധസ്മാരകത്തിൽ ചിലവഴിച്ചതിന് ശേഷം ഞങ്ങൾ ഗാർണിയോട് വിട പറയുകയാണ്.